ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഓവനില്ലാതെ സോസ് പാനിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് കേക്ക് ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് മൈദ ആദ്യം ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുക്കുന്നില്ല. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിൽ നനവൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുവാപ്പട്ട കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി വലിയൊരു മിക്സിംഗ് ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര സിനമൺ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു കേക്കിന് സാധാരണയായിട്ട് ക്രീം ചീസ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് 1/2 കപ്പ് പാൽ കൂടി ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാൽ 1/2 കപ്പും സൺഫ്ലവർ ഓയിൽ 1/4 കപ്പുമാണ് വേണ്ടത്. നമ്മുടെ കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ട് ഇരിക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ചായിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഗ്രേറ്റ് ചെയ്ത 2 കപ്പ് ക്യാരറ്റാണ് വേണ്ടത്. തൊലി കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗവിന് മുകളിലായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മുടെ സോസ് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 30 to 35 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. 30-35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ക്യാരറ്റ് കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്